പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഓഗസ്റ്റ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മൾ ഓഗസ്റ്റ് 1-ാം തീയതിയിലെ വചനം ധ്യാനിക്കുന്നു. കർത്താവിനെക്കുറിച്ച് അവിടെയുള്ള മനുഷ്യർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇവനീ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇനി തച്ചൻ്റെ മകനല്ലേ? കർത്താവിനെക്കുറിച്ചുള്ള ഈ ഒരു ചോദ്യം അവരെ അത്ഭുതപ്പെടുത്തിയതുകൊണ്ട്, കർത്താവിൻ്റെ വാക്കുകൾ അവരെ അത്ഭുതപ്പെടുത്തിയതുകൊണ്ട്, അവൻ്റെ പ്രവൃത്തികൾ അവരെ അത്ഭുതപ്പെടുത്തിയതുകൊണ്ട്, ഇങ്ങനെ മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ജ്ഞാനവും പ്രവൃത്തികളുമായി ഈ ഭൂമിയിൽ കർത്താവിനെ പറഞ്ഞു നടന്ന ഒരു വിശുദ്ധൻ്റെ ഓർമ്മ തിരുനാളാണ് ഓഗസ്റ്റ് 1-ാം തീയതി, വിശുദ്ധ അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ. പതിപ്പുകളായിട്ട് 40-50 പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന പുസ്തകങ്ങൾ എഴുതിയൊരു മനുഷ്യൻ, ലോകം മുഴുവൻ ഏറ്റുപാടുന്ന ദിവ്യകാരുണ്യ ഗീതികൾ എഴുതി വെച്ചൊരു മനുഷ്യൻ, പരിശുദ്ധ കുർബാന സന്ദർശിക്കാനായി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ എഴുതി കൊടുത്തൊരു വിശുദ്ധൻ. എന്നിട്ട് അദ്ദേഹത്തെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ കമിഴ്ന്ന് വീണ്, കർത്താവെ എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും തരണമേ എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഉള്ളു നിറഞ്ഞ് ഇങ്ങനെ അറിവ്, ബുദ്ധിയും ശക്തിയും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരാൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കർത്താവിൻ്റെ തിരുവോസ്തിയുടെ മുൻപിൽ വന്ന് നിന്ന് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും തരണമേ എന്ന്. അദ്ദേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ഈ ഓരോ പുസ്തകം എഴുതുന്നതിൻ്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച്, അതിനുള്ള തെളിച്ചത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 4 കാര്യങ്ങളാണെന്ന്. ഒന്നാമത്തേത് ക്രിബാണ്, പുൽക്കൂട്ടിൽ കിടക്കുന്ന ഈശോ. ഓർക്കണം, കത്തോലിക്ക സഭയിലെ വേദപാരംഗതയെന്നറിയപ്പെടുന്ന കൊച്ചുത്രേസ്യ പുണ്യവതി ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യ എന്നറിയപ്പെടുന്നത്. ഈ പുൽക്കൂടിനെ ധ്യാനിക്കുന്ന, പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയെ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും സ്വർഗത്തിൻ്റെ തെളിച്ചമുണ്ട്, വലിയ ലാളിത്യമുണ്ട്, ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പറ്റുന്നത്ര പരിശുദ്ധിയുണ്ട്. ക്രിബിനെ ധ്യാനിക്കുക, ഉണ്ണീശോയെ ധ്യാനിക്കുക. രണ്ടാമത്തെ കാര്യം ക്രോസിനെ ധ്യാനിക്കുക എന്നുള്ളത്, കുരിശിനെ ധ്യാനിക്കുക. ജീവിതത്തിൻ്റെ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്തത്, നമ്മൾ ഓരോരുത്തരും തരണം ചെയ്തത് ഈ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാലല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നാരകീയ ആക്രമണങ്ങളെ നമ്മൾ നേരിട്ടത്, പ്രതിബന്ധങ്ങളെ നമ്മൾ അതിജീവിച്ചത് ഈ കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെ ശക്തിയാൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബലം പ്രാപിക്കണോ നിങ്ങൾ കുരിശിനെ മുറുകെ പിടിക്കുക. മൂന്നാമത്തേത് പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആദ്യമേ നമ്മൾ കണ്ടത് അതാ, ഇത്രയ്ക്ക് മഹാബുദ്ധിമാനായിരുന്നൊരു മനുഷ്യൻ, ജ്ഞാനവും ശക്തിയും കൊണ്ട് നിറഞ്ഞിരുന്ന മനുഷ്യൻ, വാക്കുകൾ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാനും മാത്രം തെളിച്ചമുണ്ടായിരുന്നൊരു മനുഷ്യൻ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ വന്ന് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും തരണമേ. ഒരു നിമിഷം പോലും കളയാതെ എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയെ ചെന്ന് സന്ദർശിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നമുക്ക് തരുമ്പോൾ, അത് കാലങ്ങളായിട്ട് ഈ ലോകം ഏറ്റെടുത്ത് അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ എത്രമാത്രം ആ ദിവ്യകാരുണ്യത്തോട് അടുത്തിരിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അവസാനമായിട്ട് തൻ്റെ കൂടെ നിന്ന് തന്നെ വഴി നടത്തുന്ന പരിശുദ്ധ മാതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തും. നമ്മുടെ കുടുംബങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഈ അമ്മയുടെ കരുതലിൻ്റെ ബലത്തിലാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ മഹാവിശുദ്ധൻ ജീവിച്ചത് കണക്ക് കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റും, കർത്താവിൻ്റെ ഓർമ്മയിൽ ജീവിക്കാൻ പറ്റും. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കളൊക്കെ ഇതുപോലൊന്ന് വളർന്നു വരണത്, നമ്മൾക്കൊക്കെ ഇതുപോലുള്ള ഉയരങ്ങളിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് ജീവിക്കാൻ പറ്റുന്നത്, താഴെ ഈ ഭൂമിയിലുള്ള ഒന്നും നമ്മളെ പ്രയാസപ്പെടുത്താതെയും തളർത്താതെയും ഇരിക്കുന്നത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാക്കേണ്ട ഒരു വലിയ കൃപയാണെന്നറിയാം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ വിശുദ്ധ അൽഫോൻസ് ലിഗോരി വഴിയായി അങ്ങയെ എപ്പോഴും ധ്യാനിക്കുന്ന മനുഷ്യരായി മാറാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് അപേക്ഷിച്ച്, അതിനായി അവിടുത്തെ
ആശീർവാദത്തിനായി നമുക്ക് മുട്ടുകുത്താം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പുൽക്കൂട്ടിൽ ഒരു കുഞ്ഞായി പിറന്ന കർത്താവിങ്കലേക്ക്, കുരിശിൽ എനിക്കായി നിസ്സഹായനായി പിടഞ്ഞെന്നെ വീണ്ടെടുത്ത കർത്താവിലേക്ക്, എനിക്ക് വേണ്ടി നിരന്തരം പരിശുദ്ധ കുർബാനയിൽ കാത്തിരിക്കുന്ന കർത്താവിലേക്ക്, പരിശുദ്ധ മാതാവ് വഴി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.